പ്രൈസ് ലോർഡ്. ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ ഒരു പ്രഭാതം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ദൈവം ഒരു വ്യക്തിയെ സ്നേഹിച്ചാൽ അവനിൽ കൂടെ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണം എന്ന് ദൈവം കരുതിയാൽ, സ്വർഗം അവനിൽ ഒരു നിയോഗം കൊണ്ടുവന്നാൽ, അവൻ ദൈവത്തെ സ്നേഹിക്കുന്നവനെങ്കിൽ അവനായിരിക്കുന്ന സ്ഥാനത്തൊക്കെയും കർത്താവിൻ്റെ നാമത്തെ ഉയർത്തണം എന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ഏത് രാജ്യങ്ങളിൽ പോയിരുന്നാലും അവിടെയൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവനോടൊപ്പം പോകും. പ്രൈസ് ദി ലോർഡ്. അവൻ ചെയ്യുന്ന ജോലി ഏതെന്ന് ദൈവത്തിന് വിഷയമല്ല. അവൻ എത്രത്തോളം വിദ്യാഭ്യാസമുള്ളവനെന്ന് ദൈവത്തിന് വിഷയമല്ല. അവൻ എത്ര സമ്പന്നനെന്ന് ദൈവത്തിന് വിഷയമല്ല. അവൻ എത്ര പ്രായം കൂടിയവനെന്നോ പ്രായം കുറഞ്ഞവനെന്നോ ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് വിഷയം അവൻ്റെ നാവിനെയാണ്. അവൻ ദൈവത്തെ സ്നേഹിക്കുന്ന സ്നേഹത്തിൻ്റെ ആഴത്തെയാണ് ദൈവം നോക്കുന്നത്, സ്വർഗം നോക്കുന്നത്. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചതായ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കാം. 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിന്റെ 2-3 വാക്യം. അരാമ്യർ കവർച്ചപ്പടയായി വന്നിരുന്നപ്പോൾ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഒരു ചെറിയ പെൺകുട്ടിയെ പിടിച്ചുകൊണ്ടുപോയിരുന്നു. അവൾ നയമാന്റെ ഭാര്യയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. അവൾ തന്റെ യജമാനത്തിയോട്, യജമാനൻ ശമരിയയിലെ പ്രവാചകന്റെ അടുക്കൽ ചെന്നെങ്കിൽ അവൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. അത്രയേ ഉള്ളൂ. ഒറ്റ വാചകമേ പറഞ്ഞുള്ളൂ. അവളുടെ യജമാനൻ കുഷ്ഠരോഗിയാണ്. അവളെ അടിമയായി കൊണ്ടുപോയതാണ്. നമുക്കറിയാം, അന്നത്തെ കാലത്ത് ജെറുസലേം ആക്രമിച്ചതായ പല രാജ്യക്കാരും പട്ടാളക്കാർ വന്ന് അനേക സ്ത്രീജനങ്ങളെ, യൗവനക്കാർത്തികളെ, കൊച്ചു പെൺകുട്ടികളെ, കൊച്ചു ആൺകുട്ടികളെയും, ആരോഗ്യമുള്ളവരെയും ജ്ഞാനികളെയും വിവേകികളുമായിട്ടുള്ളവരെയൊക്കെ അടിമകളാക്കി പിടിച്ചുകൊണ്ടു പോകും. അങ്ങനെ പിടിച്ചുകൊണ്ടു പോകുന്നവരെ ആ പട്ടാളക്കാരുടെ ഇടയിലും അവരുടെ രാജ്യത്തെ ഉന്നതരായിട്ടുള്ളവരുടെ കൊട്ടാരത്തിലും സമ്പന്നരുടെ ഇടയിലുമൊക്കെ അവർ വീതം വെച്ചെടുക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നയമാൻ എന്ന് പറയുന്നതായ ഒരു മിലിറ്ററി കമാൻഡറിന്റെ വീട്ടിൽ ഒരു കൊച്ചു പെൺകുട്ടി വന്ന അവളുടെ കാര്യമാണ് നാം ഇവിടെ വായിച്ചത്. അവൾ ശമരിയക്കാരിയാണ്. ശമരിയയിൽ നിന്നാണ് അവളെ പിടിച്ചുകൊണ്ട് വന്നത്. ഇസ്രായേൽ പെൺകുട്ടിയാണ്. അവൾ അടിമയായി കൊണ്ടുപോയപ്പോഴും അവളെ അടിമയാക്കി കൊണ്ടുപോയതായ അവസ്ഥയോർത്ത് അവൾ വ്യാകുലപ്പെട്ടില്ല. അവൾ ആയിരിക്കുന്ന സ്ഥാനത്ത് അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തെ സ്നേഹിക്കുവാനും ഉയർത്തുവാനും അവളുടെ ഹൃദയത്തിൽ ഒരു വാഞ്ഛയുണ്ടായിരുന്നു. ആ വാഞ്ഛയെ ദൈവം മാനിച്ചു. ആ വാഞ്ഛയെ ദൈവം കരങ്ങളിലെടുത്തു. ദൈവത്തിന് സ്തോത്രം. നയമാന്റെ വീട്ടിൽ, കുഷ്ഠരോഗിയായ നയമാന്റെ വീട്ടിൽ ദൈവമാണ് അവളെ കൊണ്ടുപോയതെന്ന് പിന്നീടാണ് അവൾക്ക് മനസ്സിലായത്. അവൾ തന്റെ യജമാനത്തിയോട് പറഞ്ഞതായ വാക്കാണ്, യജമാനത്തിയെ നോക്കൂ, നമ്മുടെ യജമാനന് കുഷ്ഠരോഗമാണല്ലോ. അവൻ ശമരിയയിൽ ഒരു പ്രവാചകനുണ്ട്. ആ പ്രവാചകന്റെ അടുത്തൊന്ന് ചെന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രവാചകൻ അവന്റെ കുഷ്ഠരോഗം മാറ്റിക്കൊടുക്കുമായിരുന്നു. നോക്കൂ, ദൈവത്തിന്റെ വചനത്തെ, സുവിശേഷത്തെ എങ്ങനെ ദൈവം പ്രചരിപ്പിക്കുവാൻ തെരഞ്ഞെടുക്കുന്ന വ്യക്തികളെ ഒന്ന് നിങ്ങൾ നോക്കൂ. ഒരു കൊച്ചു പെൺകുട്ടിയുടെ നാവിനെ ദൈവം കരത്തിലെടുത്തു. അവൾ ശമരിയയിൽ വെച്ച് അവൾക്ക് ഒരു അറിവുണ്ടായി. അവിടെ ഒരു പ്രവാചകനുണ്ട്. ഒരു കൊച്ചു പെൺകുട്ടിയായിരുന്നെങ്കിലും അവരുടെ ഭവനത്തിൽ ആ പ്രവാചകനെ കുറിച്ച് ഒരു സംസാരമുണ്ടായിരുന്നു. അവളുടെ മാതാപിതാക്കൾ ആ പ്രവാചകനെ കുറിച്ച് വീട്ടിൽ സംസാരിച്ചിരുന്നു. അവൾ കേട്ടു, അത് വിശ്വസിച്ചു. ആ പ്രവാചകന്റെ അടുത്ത് ചെന്നവരൊക്കെയും നാനാരീതിയിലുള്ളതായ സൗഖ്യം പ്രാപിച്ചു എന്ന് അവൾ കേട്ടിരുന്നു. തീർച്ചയായിട്ടും എലീശാ പ്രവാചകൻ ഒരു കുഷ്ഠരോഗ നിവാരണം നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കില്ല. ഏത് രോഗമായിരുന്നാലും സങ്കടത്തോടും കഷ്ടത്തോടും അവന്റെ അടുത്ത് ചെല്ലുന്നവർക്ക് വിടുതല കൊടുക്കുന്ന ഒരു പ്രവാചകൻ ശമരിയയിൽ ഉണ്ടായിരുന്നു എന്ന് ആ കൊച്ചു പെൺകുട്ടിയുടെ ഹൃദയത്തിൽ സംഗ്രഹമായി ഒരറിവുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം ആ കുട്ടിയെ അരാമ്യ ദേശത്ത് ഉപയോഗിക്കുകയാണ്. നോക്കൂ, ദൈവത്തിന്റെ പ്രവൃത്തി നോക്കൂ. ദൈവം നിന്നെ ഒരു അടിമയായി ഒരു ഭവനത്തിൽ കൊണ്ടുപോയിരുന്നാലും, ഒരു കഷ്ടതയേറിയ ഒരു പാതകളിൽ കൂടെ നിന്നെ നടത്തിയിരുന്നാലും, ഒരു വിദ്യാഭ്യാസം ചെയ്യുവാനുള്ള ഒരു സാഹചര്യം നിനക്ക് ലഭിച്ചില്ല എങ്കിലും ഭാരപ്പെടരുത്.
ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ തീരുമാനിച്ചാൽ നിന്റെ വിദ്യാഭ്യാസമല്ല വിഷയം, നിന്റെ കഴിവല്ല വിഷയം, നിന്റെ പ്രാപ്തിയല്ല വിഷയം, നിന്റെ ഉയർച്ചയല്ല വിഷയം, നിന്റെ സമ്പത്തല്ല വിഷയം. നീ ദൈവത്തെ എത്രത്തോളം സ്നേഹിക്കുന്നു, ദൈവത്തിന്റെ നാമത്തെ നീ എത്രത്തോളം നീ അറിയുന്നു എന്നുള്ളത് സ്വർഗം നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ നിയോഗം നിന്നിൽ ഉറപ്പാക്കിയാൽ നീ ആയിരിക്കുന്ന കുണ്ടറകളിൽ വെച്ച് ദൈവം നിന്നോട് ഇടപെടും. നിന്റെ നാവിനെ ദൈവം കരങ്ങളിലെടുക്കും. നിന്നിൽ കൂടെ അനേകരെ ദൈവത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം നിന്നെ മുഖാന്തരമാക്കും. നോക്കൂ, ഈ പെൺകുട്ടി വലിയൊരു വഴിപ്രസംഗങ്ങളൊന്നും നടത്തിയില്ല, ഒരു കൺവെൻഷൻ പ്രസംഗം നടത്തിയില്ല, ഒരു സംഗീതമൊന്നും ആലപിച്ചില്ല. അവൾ വീട്ടിൽ ചെയ്യുന്നതായ സേവനം അനുഷ്ഠിക്കുന്നതായ ഭവനത്തിൽ യജമാനത്തിയോട് ഒരു വാക്ക് സംസാരിച്ചതേ ഉള്ളൂ. നമ്മുടെ യജമാനൻ ആ ശമരിയയിലേക്കൊന്ന് പോയിരുന്നെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ആ ശമരിയയിലെ ആ കാര്യത്തെക്കുറിച്ച് യജമാനത്തിയോട് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞു. അവിടെ അനേകർ ആ പ്രവാചകന്റെ അടുത്ത് വരുന്നു, അവർക്ക് സൗഖ്യം ലഭിക്കുന്നു. സൗജന്യമായി ദൈവം കൊടുക്കുന്നതായ സൗഖ്യത്തെക്കുറിച്ച് അവൾ അവിടെ പ്രസ്താവിക്കുകയുണ്ടായി. ആ നയമാനവും അനേക സമ്പത്തുകളുമായിട്ട് പോയി ആ സൗഖ്യത്തെ വിലയ്ക്ക് വാങ്ങുവാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്, ഇത് വിലയ്ക്ക് കൊടുക്കുന്നതായ സൗഖ്യമല്ല, സൗജന്യമായി ദൈവം കൊടുക്കുന്നതായ സൗഖ്യമാണെന്ന് മനസ്സിലായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നീ ദൈവത്തിൽ നിന്ന് സൗജന്യമായി അനുഭവിച്ചതായ സൗഖ്യത്തെ, വിടുതലിനെ, അല്ലെങ്കിൽ ഒരു രോഗശാന്തിയെ, ദൈവം തന്നതായ രക്ഷയെക്കുറിച്ച്, ദൈവം തന്ന അത്ഭുതകരമായ അനേക വീണ്ടെടുപ്പിനെ കുറിച്ച് അനുഭവസ്ഥനാണെങ്കിൽ, അത് സൗജന്യമായി നിനക്ക് ലഭിച്ചിരിക്കുന്നതാണെങ്കിൽ, നീ ആയിരിക്കുന്ന സ്ഥാനത്ത് സൗജന്യമായി കൊടുക്കുവാൻ ദൈവം നിന്നെ കരങ്ങളിലെടുക്കും. പ്രൈസ് ദി ലോർഡ്. കാരണം നീ പറയുന്നതായ വാക്കുകളിൽ കൂടെ ദൈവത്തിന് വലിയ പ്രവൃത്തികൾ ചെയ്യുവാനുണ്ട്. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതത്തിൽ തിരുവചനത്തെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ട ദൈവ പൈതലേ, പലപ്പോഴും നിനക്ക് പല രാജ്യങ്ങളിലും പല ദേശങ്ങളിലും നീ ആയിരിക്കുന്നതായ സ്ഥലങ്ങളിലുമൊക്കെയും നീ വളരെ ദുഃഖിതനായി, നിന്റെ ജോലിയിൽ നീ വിഷാദപ്പെട്ടവനായി, നിന്റെ ഉയർച്ചയില്ലായ്മയെ, താഴ്ചയെ, അടിമത്തരത്തെ ഓർത്ത്, നിന്റെ ജോലിയുടെ കാഠിന്യതയെ ഓർത്ത് ഒക്കെ നീ ഭാരപ്പെടുന്നുണ്ടായിരിക്കാം. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നിനക്ക് കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ തന്നെ ഒരു ഉയർച്ചയെ കാണുവാൻ കഴിയുന്നില്ലല്ലോ, നീ ഒരു ഹതഭാഗ്യനായി പോയല്ലോ എന്നോർത്ത് നീ ഭാരപ്പെട്ടേക്കാം. പക്ഷെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ദൈവമാണ് നീ പോകുന്നിടത്തൊക്കെയും നീ തന്നെ പോയതല്ല, നിർഭാഗ്യവശാൽ പോയതല്ല. ഭാഗ്യവശാൽ ബോവസിന്റെ ആ വയലിലേക്ക് ചെല്ലുവാൻ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നീ അറിയപ്പെടാത്ത സ്ഥാനത്ത്, അറിയപ്പെടാത്ത രാജ്യത്ത്, അറിയപ്പെടാത്ത ദേശത്ത്, അറിയപ്പെടാത്ത വ്യക്തികളിൽ, അറിയപ്പെടാത്ത ഭവനങ്ങളിൽ, അറിയപ്പെടാത്തതായ അനേക ആ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ വചനത്തെ ഉരുവിടുവാൻ അരുമരക്ഷകനായ യേശു ക്രിസ്തുവിന്റെ പാദങ്ങളെ കുറിച്ച്, അവൻ ഏറ്റതായ മുറിവുകളെ കുറിച്ച്, അവന്റെ തങ്കച്ചോരയാൽ ലഭിക്കുന്നതായ ആ സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും ചരിത്രത്തെ കുറിച്ച് നീ അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ, അത് അനേകർക്ക് പങ്കിടുവാൻ വേണ്ടി ദൈവം നിന്റെ നാവിനെ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് മതക്കാരനാണെങ്കിലും, ഏത് സമുദായക്കാരനാണെങ്കിലും, ഏത് പള്ളിക്കാരനാണെങ്കിലും, ഏത് സഭയിൽപ്പെട്ടവനാണെങ്കിലും അത് ദൈവത്തിന് വിഷയമല്ല. നീ ദൈവത്തെ സ്നേഹിക്കുന്നവരെങ്കിൽ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ദൈവം നിന്നെ ഉപയോഗിക്കുന്ന വഴികൾ ഒരു മനുഷ്യർക്കും പ്രവചിക്കുവാൻ കഴിയില്ല. നീ കൊച്ചു പൈതലായിരിക്കാം, പ്രായം കുറഞ്ഞവനായിരിക്കാം, അറിവില്ലാത്തവനായിരിക്കാം, അടിമയായിരിക്കാം, ഒരു ജോലിക്കായിരിക്കാം, ഒരു സേവനക്കാരിയായിരിക്കാം, അല്ലെങ്കിൽ നീ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനുമായിരിക്കാം. ദൈവത്തിന് നിന്റെ ഉദ്യോഗമല്ല വിഷയം, നിന്റെ മനസ്സൊരുക്കമാണ്. സമാധാന സുവിശേഷത്തിനായിട്ടുള്ളതായ ഒരു മനസ്സൊരുക്കത്തിന്റെ ഹൃദയം നിന്നിൽ വസിക്കുന്നുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ ദൈവം തരുന്ന ദാനമായി നീ അത് കൈക്കൊള്ളണം. ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്നതായ നന്മകളെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി വിളംബരം ചെയ്യുവാൻ, അനേകർക്ക് കൊടുക്കുവാനുള്ള ഒരു മനസ്സൊരുക്കം നിന്റെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ, അങ്ങനെ ദൈവം നിന്നെ കരങ്ങളിലെടുത്ത് അനേകരുടെ മുൻപിൽ നിന്നെ മാനിക്കുന്നതിന് ഒരു മുഖാന്തരമായി അത് ദൈവം മാറ്റും. നിന്റെ ഭവനത്തെ, നിന്റെ മാതാപിതാക്കളെ, നിന്റെ കുഞ്ഞുങ്ങളെ, സഹോദരങ്ങളെ നീ മുഖാന്തരം മാനിക്കപ്പെടുവാനുള്ള ഒരു മുഖാന്തരമായി ദൈവഭക്തി, നിന്നിൽ കാണിക്കുന്നതായ ദൈവത്തിന്റെ സ്നേഹം അത് നിനക്ക് കാരണമാകും. ഗോഡ് ബ്ലെസ് യു.